ഒരുപാട് വീഡിയോസ്, മോട്ടിവേഷൻ വീഡിയോസ് കാണും. ഞാൻ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നോക്കി പ്രീവിയസ്ലി റാങ്ക് കിട്ടിയ നീറ്റ് പി ജിന്റെ ആണ് ഞാൻ കൂടുതലും കണ്ടത്. അപ്പോൾ റാങ്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ടോക്സ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പം ആദ്യം തുടങ്ങിയതാണ് എം ഡി എടുക്കണം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങണം എന്നൊക്കെ ഒരു ഡ്രീം അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഭാവിയിൽ റാങ്ക് ഒക്കെ കിട്ടുമ്പോ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ അന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഇപ്പൊ തന്നതിന് സാറിന് നന്ദി പറയുന്നു. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞ പോലെ അലിൻ ചേച്ചിയും ഖദീജ ഡോക്ടറും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവുക, സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക. ഇപ്പം ഞാനും ഒരു 7 months ആണ് പ്രിപ്പയർ ചെയ്ത്. അപ്പൊ അതിലൊരു 3-4 months ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ട് നോട്ട്സ് ഉണ്ടാക്കലായിരുന്നു പരിപാടി. അതിൽ തന്നെ ചില മേജർ സബ്ജക്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിലൊന്നും അധികം പോകുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് ഞാൻ 2 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മെയിനായിട്ടും ജോയിൻ ചെയ്തത്. അത് ഹോമിയോപതി ട്യൂട്ടറും PHF ആയിരുന്നു. അപ്പൊ അതിൽ 2 ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ട്, മേജർ സബ്ജക്ട്സ് ഒക്കെ. അപ്പം എന്റെ ടൈം ടേബിളിനെ തന്നെ ഞാൻ 2 സ്ഥലത്തു നിന്നുള്ള ക്ലാസ്സും ഒരുമിച്ച് കേൾക്കുമായിരുന്നു. ഒരു ദിവസം തന്നെ അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഒരു സബ്ജക്ട് ഒരു സൈഡിൽ കൂടെ പോകും, വേറൊരു സബ്ജക്ട് വേറെ സൈഡിൽ കൂടെ. അങ്ങനെ മേജർ സബ്ജക്ട്സ് ഒക്കെ 2 കേട്ടിട്ടുണ്ട്. അല്ലാതെ സമയം പോലെ ചിലത് ഒരു പ്ലാറ്റ്ഫോമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു 4 മാസം കൊണ്ടാണ് ക്ലാസ് കേട്ട് നോട്ടെല്ലാം കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത്. പിന്നെ 3 months റിവിഷൻ ആയിരുന്നു. ഒരു 3 റിവിഷനോളം ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. റിവിഷൻ നമുക്കൊന്നും ഇത് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാന് ഫസ്റ്റ് 4 മാസം കൊണ്ട് തീരെ വായിക്കാത്ത ചില സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ റിവിഷൻ ടൈമിൽ തന്നെ കുറച്ച് സമയം എടുത്ത് ബാക്കി തീരാത്തത് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ സെക്കൻഡ് റിവിഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് റിവിഷൻ ചെയ്യാത്ത സബ്ജക്ട്സ് ഉണ്ടാവും. അത് നമ്മുടെ സമയം പോലെ കുറച്ച് സമയം അതിന് വെക്കുക, എന്നിട്ട് അത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. MCQs ആദ്യം ടെലിഗ്രാം തന്നെയായിരുന്നു ചെയ്യുന്നത്. ടെലിഗ്രാമിൽ മാക്സിമം MCQs എല്ലാവരും ചെയ്യുക. അതേപോലെ അലിൻ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ആ ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആവും. അതിനിപ്പോ സക്സസിന്റെ അകത്ത് പിന്നെ ഹോമിയോ മന്ത്ര അതിലൊക്കെ അങ്ങനെ സബ്ജക്ട് വൈസ് പ്രൊവൈഡ് ക്വിസും അതേപോലെ ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെ ചെയ്തു പോകാൻ പറ്റും. അതുപോലെ റിവിഷൻ ചെയ്യുന്ന സമയത്തും MCQs PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യണം. അത് വായിച്ച് പോകണം. അത് ഒരു പ്രാവശ്യം നമുക്ക് ചെയ്തെന്നോർത്ത് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. 2ാമത്തെ പ്രാവശ്യം പിന്നെ നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒരു വർഷത്തെ എടുത്ത് ചെയ്യുവാണെങ്കിൽ എന്തായാലും നമ്മൾ ആ ചെയ്തത് നമുക്ക് മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അത് ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം, ചിലപ്പോൾ ഈ PYQs ഒരു ലാസ്റ്റ് ഒരു 5-6 വർഷത്തിന്റെ ക്വസ്റ്റ്യൻസ് 2-3 പ്രാവശ്യം നിങ്ങൾ കണ്ടുപോവാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ PYQs ഞാൻ ആദ്യം വെറുതെ ഒന്ന് ഒരു PDF പോലെ എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്യുന്ന സാധനമുണ്ട്, അത് വായിച്ചു പോവാ ചെയ്തത്. പക്ഷെ ഒരു ഫസ്റ്റ് റീഡ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ മെറ്റീരിയലിലോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്സിലും ഇല്ലാത്ത ചില സാധനങ്ങൾ, ചില ടോപ്പിക്സ് PYQs ഉണ്ടാവും. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്തും അതും കൂടെ ആ ടോപ്പിക്സും കൂടെ കവർ ചെയ്ത് പോവാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ നിങ്ങൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാലും അത് കഴിഞ്ഞിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടുന്ന സമയമാകുമ്പോഴത്തേനും, അതായത് ഒരു ലാസ്റ്റ് റിവിഷൻ ടൈം 2-3 months ആകുമ്പോഴത്തേനും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ എടുത്തു നോക്കുക. മോക്ക് ടെസ്റ്റ് ഒരു വീക്ക്ലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അത് റിവ്യൂ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് പിന്നെ വന്നാൽ തെറ്റരുത്, അത്രേ ഉള്ളൂ. മോക്ക് ടെസ്റ്റിനൊക്കെ ചിലപ്പോൾ മാർക്ക് കുറയും. എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. മാർക്ക് കുറയുന്ന സമയത്ത് നിങ്ങൾ ഡെസ്പ് ആവാതിരിക്കുക. എന്നിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് തന്നെ ആ ക്വസ്റ്റ്യൻസ് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്ത് ആ ടോപ്പിക് റിവ്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 10 മോക്ക് എഴുതുമ്പോൾ തന്നെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടും. അതാണ് കോൺസെപ്റ്റും ക്ലിയർ ആക്കുക, MCQs അതിന്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ട് പോവുക. പിന്നെ ബുക്സ് നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആണ് വായിക്കാൻ നമുക്ക് കുറച്ചുകൂടെ സുഖം. ഇനി ചില മൈനർ സബ്ജക്ട്സ് ഒക്കെ ചിലപ്പം ഈ പീഡിയാട്രിക്സ്, സൈക്യാട്രി, ബയോകെമിസ്ട്രി ഇതിന്റെയൊക്കെ ക്ലാസ് ഇപ്പൊ എന്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഞാൻ അത്ര സമയം എനിക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ മൈനർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ക്ലാസ് കേട്ടിട്ടില്ല.
ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക ചെയ്തേ, അത് മാത്രം വായിക്കാം. അപ്പം അങ്ങനെ നിങ്ങളുടെ സമയം അനുസരിച്ച് മേജർ സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഈ സബ്ജക്റ്റ് നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ആക്കുക. അധികം നമ്മൾ PYQ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഏരിയയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പിന്നെ മൾട്ടിപ്പിൾ സോഴ്സസ് എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചില PYQs ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ, അത് നിങ്ങൾ പഠിച്ച മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിൽ വേറെ യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ കാണും, അത് വെച്ചിട്ട് അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് PYQ ടോപ്പിക്സ് ആണ് പറയുന്നത്. അത് എന്തായാലും ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മുന്നോട്ട് പോകണം. പിന്നെ ഇവർ പറഞ്ഞത് അല്ല തന്നെ ഒരു 7 months അല്ലെങ്കിൽ 6 months ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ സമയത്ത്. അപ്പൊ ഞാൻ എന്റെ മിസ്റ്റേക്സ് ആണ് പറയുന്നത്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നമ്മൾ 1 month അല്ലെങ്കിൽ 2 month ഒക്കെ നമ്മൾ സ്റ്റഡി ലീവിനൊക്കെ പഠിക്കുന്നതാണല്ലോ, അപ്പൊ അതുപോലെ അങ്ങ് പൊയ്ക്കോളും എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റും. കാരണം Day 1 നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും Day 1 പോലെ നമ്മൾ പഠിക്കുമായിരിക്കും. പക്ഷെ അത് നടക്കൂല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതുപോലെ ചില സമയത്ത് ഭ്രാന്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ഒരു 2 ദിവസം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1 month ഒരു 2 ദിവസം നിങ്ങൾ പഠിച്ചില്ല, സാരമില്ല, ഒരു ബ്രേക്ക് എടുക്കുക. അതേപോലെ എന്നാലും ഏകദേശം നമ്മുടെ സ്റ്റഡി പ്ലാന് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതിന്റെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും പ്രോപ്പർ മോക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മൾ MCQs വെറുതെ റാൻഡം ആയിട്ട് ചെയ്യുന്നതും ഒരു 120 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇരുന്ന് ഒരു 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്നത് നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ 2 മണിക്കൂർ കറക്റ്റ് എടുക്കുവാണ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനെങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യം 120 ക്വസ്റ്റ്യൻ കണ്ടിട്ട് പിന്നെ നമുക്ക് ബാക്കി സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കാൻ നോക്കും. എക്സാമിന്റെ സമയത്ത് നമ്മൾ അങ്ങനെയല്ലേ, നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടുന്നെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത് ചിന്തിച്ച് എടുക്കാൻ നോക്കുമല്ലോ. അതേപോലെ അങ്ങനെയും കൂടെ ചെയ്യാം. നമുക്ക് മോക്ക് ടെസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് വിടാതെ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളെ ഫൈനൽ എക്സാമിന് ശരിക്കും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതിക് സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ആദ്യം എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ അലൈഡ് സബ്ജക്ട്സ് തന്നെയാണ് കുറേ സമയം കളഞ്ഞത്. ലാസ്റ്റ് ഒരു 3 months ഒക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിയാവൂല, ഹോമിയോ സബ്ജക്ട്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെട്രിയ പഠിക്കുക, ഡെയിലി പഠിക്കുക, അതിൽ ചർച്ചയൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ എപ്പോഴും ചോദിക്കുന്ന ഈ സിംഗിൾ റെമഡി റൂബ്രിക്, ഫാമിലി നെയിം, അതുപോലെ ഈ റെപ്പട്രിയിലെ ഗ്ലോസറി പാർട്ട്, അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല. അപ്പൊ ഇത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങളൊരു 10 സിംഗിൾ റെമഡി റൂബ്രിക് വെച്ച് പഠിക്കുക, 10 ഗ്ലോസറി വേർഡ്സ് പഠിക്കുക, അങ്ങനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് പഠിക്കാൻ നോക്കുക. പിന്നെ പറയാനുള്ളത് ഇത് കൺസിസ്റ്റൻസി. ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുക നമുക്കിത് കിട്ടുന്നു, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിക്കുമായിരുന്നു എല്ലാരും പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് കിട്ടണം, എല്ലാരും പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കരുത്. നന്നായിട്ട് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ ചുരുക്കമാണ്. 1ാം ദിവസം പഠിക്കുന്ന പോലെ 2 മാസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കുന്ന ആൾക്ക് എന്തായാലും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. അപ്പോൾ കൺസിസ്റ്റൻസി നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഹോമിയോ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് പറ്റുന്നത്, ഞാൻ ബുക്സ് പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിക് സബ്ജക്ട്സിന് സക്സസ് നല്ല ബുക്കാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലതിന് വേറെ മെറ്റീരിയൽ ആയിരിക്കും ചിലപ്പോൾ നന്നായിട്ട് തോന്നുക. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഏതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ കവർ ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഒരു 4 മാസം നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ പഠിക്കുമല്ലോ, നോട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ആ സമയത്ത് എവിടുന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയാലും നിങ്ങൾ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾ PYQs ഒക്കെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. ഈ ഒരു ഫസ്റ്റ് റീഡിന്റെ സമയത്ത് PYQs നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ തുടങ്ങുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ PYQ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ തൊട്ട് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാൻ തുടങ്ങുക. അത് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഒരു ലാസ്റ്റ് ഒരു 2 month ആകുമ്പോഴത്തേനും അങ്ങനെ ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവും, എന്നാലും ഇത് നോട്ട് ചെയ്ത് വെക്കണം എന്ന് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തോന്നും. അതൊരു കറക്ഷൻ നോട്ട് പോലെ ഉണ്ടാക്കി വെക്കുക.
അത് എക്സാമിന്റെ ഒരു 2 ദിവസം മുന്നേ ഒക്കെ വായിക്കുക. അപ്പൊ നമ്മൾക്ക് തെറ്റിയ കുറേ സാധനങ്ങൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മള്. അപ്പൊ അത് വായിക്കുന്നത് ആ വായിച്ചത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മനസ്സിലാവാത്ത കോൺസെപ്റ്റ് യൂട്യൂബ് വീഡിയോസ്, EPG ക്ലാസ്സസോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് കോൺസെപ്റ്റ് എന്തായാലും ക്ലിയർ ആക്കി വെക്കുക. അതേപോലെ ധാരാളം ഡൗട്ട്സ് ചോദിക്കുക. നിങ്ങളെ ആരാണോ ക്ലാസ് എടുക്കുന്നത് അവരോട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ഈ സംശയം ചോദിച്ചതും നിങ്ങൾ ചിലപ്പോൾ പിന്നെ മറന്നു. അപ്പം ആ ചോദിച്ച കാര്യങ്ങളൊക്കെ റിവിഷന്റെ ടൈമിൽ അതും നിങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ചോദിച്ച ഡൗട്ട് അല്ലേ, അവർ ക്ലിയർ ചെയ്ത് തന്നല്ലേ നമുക്ക് ഓർമ്മയുണ്ടാവുന്നു. പക്ഷെ സാധാരണ ആവറേജ് ഒരാൾ പിന്നെ അത് മറന്നു. അപ്പൊ ലാസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിൻ്റെ അകത്തൂടെയൊക്കെ പോയോ അതെല്ലാം കൂടെ റിവൈസ് ചെയ്യുക. ആ ഡൗട്ട്സ് അടക്കം നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ ഡെയിലി റിവിഷൻ പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ ഇപ്പൊ ഇന്നലെ പഠിച്ച മുഴുവൻ ഇന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ 4 മാസം നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി ക്ലാസ് കേൾക്കുന്ന ആ സമയത്ത് ആദ്യത്തെ റിവിഷൻ 4 മാസം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. എന്നാലും ഈ ആദ്യത്തെ 4 മാസം തന്നെ ചില ദിവസം നമ്മൾ റിവിഷൻ എടുക്കണം. ഇപ്പൊ ആദ്യം ഞാനൊരു ഫാർമസി ഒരു 4 ദിവസം കണ്ട് ഫാർമസി കംപ്ലീറ്റ് പഠിച്ചു എന്ന് വിചാരിക്കുക. അതൊരു നെക്സ്റ്റ് അടുത്ത മാസം തുടങ്ങുമ്പോൾ ഒറ്റ ദിവസം കണ്ട് ആ ഫാർമസി ഒന്ന് വായിക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ റിവിഷൻ ഈ 4 മാസം തന്നെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റിനും കൊടുത്ത് എന്തെങ്കിലും റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് തീരെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പം അതിനാണ് MCQs ചെയ്താലും മതി. അങ്ങനെ എപ്പോഴും എല്ലാ സബ്ജക്റ്റുമായിട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. സ്ട്രെസ് മാനേജ് ചെയ്യുക, അതും ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.